മാം ഒന്ന് ചെക്ക് ചെയ്യോ മാം? ഇല്ല, പക്ഷെ ഇപ്പൊ കണക്ട് ആയില്ലോ, ഇതില് മ്യൂസിക് ഞാൻ കേട്ടു. ആ മ്യൂസിക് കേട്ടു. Marketing environment. Marketing environment. Marketing environment. What is marketing environment? Meaning of marketing environment. Every business operates within an environment. ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തപ്പോ ഉണ്ടായിരുന്നില്ല. എന്താണ്? Marketing environment. Headset ഒന്നും മേടിച്ചാൽ പുതിയത്. പുതിയത് വാങ്ങിയത്. Marketing environment. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, Marketing environment. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? What is marketing environment? ഹലോ, ആ ചെക്ക് ചെയ്യാം.
മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് വാട്ട് ഈസ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് മീനിങ് ഓഫ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ഇത് അല്ല വീണ്ടും മ്യൂട്ട് ചെയ്തിട്ട് വീണ്ടും ഇതാക്കി തരണ്ടേ? ആ അടുത്ത ഭാഗം നോക്കുക. അടുത്തത് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്. അതില് യൂണിറ്റ് 2 ആയിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. യൂണിറ്റ് 2 മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് ആണ്. അതിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് വാട്ട് ഈസ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്, മീനിങ് ഓഫ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്. മീനിങ് എന്താണ്, മാർക്കറ്റിംഗ് എൻവയോൺമെന്റിന്റെ മീനിങ് എന്താണ് എന്നാണ് ആദ്യം പറയുന്നത്. എവറി ബിസിനസ് ഓപ്പറേറ്റ്സ് within an environment made up of many forces. These forces may be controllable or uncontrollable, and they strongly influence marketing decisions. അപ്പൊ അതില് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു ബിസിനസ്സും ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫോഴ്സസുകൾ ഉണ്ട്. അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫോഴ്സും ഉണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഫോഴ്സും ഉണ്ട്. ആൻഡ് ദേ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് ഡിസിഷൻസ്. അത് ഒരു മാർക്കറ്റിംഗിന്റെ ഡിസിഷനെ വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുമുണ്ട്. ഇവിടെ എക്സാം പോയിന്റ് നോക്കൂ. മാർക്കറ്റിംഗ് ഡിസിഷൻസ് മസ്റ്റ് ബി ടേക്കൺ ബൈ കൺസിഡറിങ് എൻവയോൺമെന്റൽ ഫോഴ്സസ്. വൈ മാർക്കറ്റിംഗ് environment is important? Environment is constantly changing. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ ഈ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഈ 2 പോയിന്റുകൾ ആസ്പദമാക്കിയിട്ടാണ്. മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് ഈസ് ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ 2. ഒന്ന് മൈക്രോ എൻവയോൺമെന്റും മറ്റൊന്ന് മാക്രോ എൻവയോൺമെന്റുമാണ്. അതില് മൈക്രോ എൻവയോൺമെന്റ് refers to the immediate and close factors that directly affect a company's marketing activities. These factors are closely connected with the company and influence it directly. അവിടെ മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഞാൻ പറയാം, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫേം അതിന്റെ ബിസിനസ് റൺ ചെയ്യുന്നതിൽ ഒരുപാട് എൻവയോൺമെന്റുകൾ അതിന് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാം. ഒന്ന് മൈക്രോ എൻവയോൺമെന്റും മറ്റൊന്ന് മാക്രോ എൻവയോൺമെന്റുമാണ്. ഇതില് മൈക്രോ എൻവയോൺമെന്റ് refers to the immediate and close factors that directly affects company's marketing activities. അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ആ വേർഡ് ഇവിടെ ഓർമ്മയിൽ വെക്കുക. ഇമ്മീഡിയറ്റ് ആൻഡ് ക്ലോസ് ഫാക്ടേഴ്സ് ദാറ്റ് ഡയറക്ട്ലി എഫക്ട് ദി കമ്പനീസ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് ആണ്. ദിസ് ഫാക്ടേഴ്സ് ആർ ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ദി കമ്പനി ആൻഡ് ഇൻഫ്ലുവൻസ് ഇറ്റ് ഡയറക്ട്ലി. അവിടെ എലമെന്റ്സിലേക്ക് പോകാം. ഓർഗനൈസേഷൻസ് ഇന്റേണൽ എൻവയോൺമെന്റ്. അതില് ഫിനാൻഷ്യൽ റിസോഴ്സസ്,
പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ഹ്യൂമൻ റിസോഴ്സസ്, R&D capacity, marketing decisions, then availability of fund, plant and machinery, corporation and other departments. ഇതൊക്കെ ഒരു ഓർഗനൈസേഷൻ ഇന്റേണൽ എൻവയോൺമെന്റ് ആണ്. ഇതെല്ലാം തന്നെ ഒരു കമ്പനിയെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതിന്റെ മാർക്കറ്റിംഗ് ഡിസിഷനിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണെന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ നോക്കൂ, ഫിനാൻഷ്യൽ റിസോഴ്സസ്, പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ഹ്യൂമൻ റിസോഴ്സസ്, ഇതെല്ലാം തന്നെ ഇതിന്റെ ഇന്റേണൽ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അവിടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് ബി കോർഡിനേറ്റ് വിത്ത് പ്രൊഡക്ഷൻ, ഫിനാൻസ്, ടോപ്പ് മാനേജ്മെന്റ് ഒക്കെ. എക്സാം പോയിന്റ് എന്താ? ഇന്റേണൽ ക്യാപ്പബിലിറ്റീസ് ലിമിറ്റഡ് ഓർ സപ്പോർട്ട് മാർക്കറ്റിംഗ് പ്ലാൻസ്. അപ്പൊ ഒന്നാമത്തെ ഓർഗനൈസേഷണൽ ഇന്റേണൽ എൻവയോൺമെന്റ് ആണ് അതിന്റെ ഫിനാൻഷ്യൽ റിസോഴ്സുകൾ ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റ്, അതിന്റെ ഫേമിന്റെ മാർക്കറ്റിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഒന്നാണ്. പ്രൊഡക്ഷൻ കപ്പാസിറ്റി അതിനെ ലോ ആയി കഴിഞ്ഞാൽ അത് പിന്നെ എന്ത് ചെയ്യും? എഫക്ട് ചെയ്യും. ഹ്യൂമൻ റിസോഴ്സുകൾ ഇല്ലെങ്കിൽ എഫക്ട് ചെയ്യും. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടറുകളാണ് നമ്മൾ ഈ പറയുന്ന ഓർഗനൈസേഷൻ ഇന്റേണൽ എൻവയോൺമെന്റിൽ എലമെന്റ്സ് ഓഫ് മൈക്രോ. അതിലെന്ത് നമ്മൾ ഈ പറയുന്ന മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഓർഗനൈസേഷൻ ആൻഡ് ഇന്റേണൽ എൻവയോൺമെന്റിൽ വരുന്ന പോയിന്റ്സ് ആണ്. ഇനി സപ്ലയേഴ്സ് പ്രൊവൈഡ്സ് ഇൻപുട്സ്, റോ മെറ്റീരിയൽസ്, കോമ്പണൻസ്, സർവീസസ്. സ്മൂത്ത് സപ്ലൈ എൻഷുവേഴ്സ്. സപ്ലൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡീഫോൾട്ട് വന്നാൽ, എന്തെങ്കിലും ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഈ ഫേമിന്റെ ബിസിനസ്സിനെ കാര്യമായിട്ട് നെഗറ്റീവ്ലി എന്ത് ചെയ്യും? അത് എഫക്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഒരു സ്മൂത്ത് സപ്ലൈ എപ്പോഴും ഉറപ്പുവരുത്തുന്ന കാര്യം, സ്മൂത്ത് സപ്ലൈ എൻഷുവേഴ്സ്, അത് ഉറപ്പുവരുത്തുന്ന എന്തൊക്കെയാണ്? ഒന്ന്, ടൈംലി പ്രൊഡക്ഷൻ. വളരെ കൃത്യമായ രീതിയിൽ റോ മെറ്റീരിയൽസ് മറ്റു കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ടൈംലി അവിടെ എന്ത് നടക്കും? കൃത്യമായ രീതിയിൽ പ്രൊഡക്ഷൻ നടക്കും. ദെൻ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാകും. ഇമ്പോർട്ടൻസ് increases when supplies are few, inputs are scarce, supplier terms may vary. അങ്ങനെ ആവുകയാണെങ്കിൽ അഡ്വാൻസ് പേയ്മെന്റ്, ക്രെഡിറ്റ് സപ്ലൈ, വെയിറ്റിംഗ് ലിസ്റ്റസ്. അപ്പോൾ എപ്പോഴും ഇവിടെ ഈ പറയുന്ന മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആൻഡ് ക്ലോസ് ഫാക്ടേഴ്സ് ദാറ്റ് ഡയറക്ട്ലി അഫക്റ്റ് എ കമ്പനീസ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ അതിൽ എലമെന്റ്സ് ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു ഓർഗനൈസേഷണൽ ഇന്റേണൽ എൻവയോൺമെന്റ് ആണ്. ഫിനാൻഷ്യൽ റിസോഴ്സിന്റെ പ്രോബ്ലം ഡയറക്ട്ലി എഫക്ട് ചെയ്യും, പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഡയറക്ട്ലി എഫക്ട് ചെയ്യും, ഹ്യൂമൻ റിസോഴ്സിന്റെ സ്കേഴ്സിറ്റി ഡയറക്ട്ലി എഫക്ട് ചെയ്യും. അങ്ങനെ ഇതെല്ലാം തന്നെ ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്ന ഒന്നാണ് അർത്ഥം. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞു സപ്ലൈസ് ആണ്. സപ്ലൈസ് പ്രൊവൈഡ്സ് ഇൻപുട്ട്. ഒരു ഫേമിന്റെ പ്രോഡക്റ്റുകൾ മേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻപുട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? അത് സപ്ലൈസ് ആണ്. റോ മെറ്റീരിയൽസും മറ്റു കോമ്പണൻസും സർവീസുകളും എല്ലാം തന്നെ. സ്മൂത്ത് സപ്ലൈ എൻഷുവേഴ്സ്, വളരെ സ്മൂത്ത് ആയ ഒരു സപ്ലൈ ഉറപ്പുവരുത്തുന്നു, ടൈമിലി പ്രൊഡക്ഷൻ ഉറപ്പുവരുത്തുന്നു, പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നു. അപ്പോ അത് അവിടെ ഓർമ്മയിൽ വെക്കേണ്ട പോയിന്റ് രണ്ടാമത്തെ. മൂന്നാമത്തെ എക്സാം പോയിന്റ്, എഫിഷ്യന്റ് സപ്ലയേഴ്സ് സപ്പോർട്ട് മാർക്കറ്റിംഗ് സക്സസ്. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള സപ്ലയേഴ്സ് ഉണ്ടെങ്കിൽ അത് മാർക്കറ്റ് സക്സസ് ആകുവാൻ വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് മാറും. മൂന്നാമത്തെ, മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ് എന്ന് പറയുമ്പോൾ നോക്കൂ, മൂവിങ് ഗുഡ്സ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ. പ്രൊഡ്യൂസറിൽ നിന്നും കൺസ്യൂമറിലേക്ക് ഗുഡ് മൂവ് ചെയ്യുന്നതിൽ ഇടനിലക്കാരെന്നാണ് ഇന്റർമീഡിയറീസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഇന്റർമീഡിയറീസ് എന്ന് വിളിക്കുക. അപ്പൊ അവിടെ ഈ ഇന്റർമീഡിയറീസിന്റെ എന്തെങ്കിലും അപജയങ്ങൾ, എന്തെങ്കിലും ഫെയിലിയർ, ഡീഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അവർ കൃത്യമായി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അത് ബിസിനസ്സിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? എഫക്ട് ചെയ്യും. അപ്പോൾ മൂവിങ് ഗുഡ്സ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ ആണ് ഈ പറയുന്ന ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കൂ, അവിടെ അതിൽ ഇൻക്ലൂഡ്സ് ഇന്റർമീഡിയറീസിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഡീലേഴ്സ് വരുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ഏജൻസീസ് വരുന്നുണ്ട്, വെയർ ഹൗസിംഗ് ഏജൻസീസ് വരുന്നുണ്ട്,
പ്രിഫർ വെൽ നോൺ ബ്രാൻഡ്സ്, ഇതൊക്കെ അതിൽ വരുന്നു എന്നർത്ഥം. ന്യൂ ഫേംസ് മേ ഫേസ് ഡിഫിക്കൽട്ടി ആൻഡ് നീഡ് ടു ഓഫർ ഹയർ ഡിസ്കൗണ്ട്സ്, ബെറ്റർ ക്രെഡിറ്റ് ടേംസ്. ന്യൂ ഫേംസ് മേ ഫേസ് ഡിഫിക്കൽട്ടി ആൻഡ് നീഡ് ടു ഓഫർ ഹയർ ഡിസ്കൗണ്ടുകൾ. ന്യൂ ഫേംസ് മേ ഫേസ് ഡിഫിക്കൽട്ടി ആൻഡ് നീഡ് ടു ഓഫർ. സ്വാഭാവികമായിട്ട് പിന്നെ മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസിന്റെ ഒരു അപജയം അതിൽ ഉണ്ടാകും. ഇനി എക്സാം പോയിന്റിൽ ഇന്റർമീഡിയറീസ് ഇൻഫ്ലുവൻസ് മാർക്കറ്റ് റീച്ച് ആൻഡ് സെയിൽസ്. ഇന്റർമീഡിയറീസ് ഇൻഫ്ലുവൻസ് അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇന്റർമീഡിയറീസ് ഇൻഫ്ലുവൻസ് മാർക്കറ്റ് റീച്ച് ആൻഡ് സെയിൽസ്. ഇന്റർമീഡിയറീസ് മാർക്കറ്റിലേക്ക് നല്ല ഈ പറയുന്ന ഗുഡ് മാർക്കറ്റിലേക്ക് റീച്ച് ചെയ്യുന്നതിനും സെയിൽസ് കൂട്ടുന്നതിനും വേണ്ടിയിട്ട് ധാരാളമായിട്ട് ഇന്റർമീഡിയറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നാലാമത്തെ കോമ്പറ്റേറ്റേഴ്സ്. കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, കോമ്പറ്റേറ്റേഴ്സ് കംപ്ലീറ്റ് ഓൺ പ്രൈസ്, ക്വാളിറ്റി, ബ്രാൻഡ് ഇമേജ്, ടെക്നോളജി, യൂസ് അഡ്വർടൈസിങ് ആൻഡ് പ്രൊമോഷൻ അഗ്രസീവ്ലി. പലപ്പോഴും ഈ കോമ്പറ്റേറ്റേഴ്സിന്റെ ആക്ഷൻസ് ബിസിനസ്സിനെ വളരെ ഡീഫോൾട്ടായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടൊക്കെ ബാധിക്കും. ഒരു കോമ്പറ്റേറ്റേഴ്സ് വല്ല പ്രൈസ് വാർ നടത്തിയാൽ, അല്ലെങ്കിൽ അവര് മറ്റ് അഡ്വർടൈസ്മെന്റുകൾ നടത്തി കഴിഞ്ഞാൽ, പ്രൈസ് എന്ന് പറയുമ്പോൾ പ്രൈസിൽ എന്തെങ്കിലും കൂട്ടലോ കുറവോ വരുത്തി കഴിഞ്ഞാൽ അത് ഡയറക്റ്റായിട്ട് എഫക്ട് ചെയ്യും. ക്വാളിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത്. അപ്പൊ കോമ്പറ്റേറ്റേഴ്സ് പലപ്പോഴും നമുക്കറിയാം അത് നമ്മൾ ചെയ്യുന്നൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ബിസിനസ്സിനെ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള പല തീരുമാനങ്ങൾ അവരെടുത്താൽ അത് ഡയറക്റ്റ് ആയിട്ട് ഫേമിനെ എഫക്ട് ചെയ്യുന്ന അർത്ഥം. പിന്നെ ക്രിയേറ്റ് ത്രെഡ്സ് വരും. അപ്പോൾ കോമ്പറ്റേറ്റേഴ്സ് ആക്സെപ്റ്റ് പലപ്പോഴും ത്രെട്ട് ക്രിയേറ്റ് ചെയ്യും. ത്രെട്ട് എന്ന് പറയുമ്പോൾ ഒരു ഭീഷണി ക്രിയേറ്റ് ചെയ്യും. പിന്നെ റെഡ്യൂസ് മാർക്കറ്റ് ഷെയർ, അവര് നമുക്കുള്ള മാർക്കറ്റിലെ ഷെയർ, കോമ്പറ്റേറ്റേഴ്സിന്റെ എണ്ണം കൂടുന്തോറും ഒരു ബിസിനസ്സിന്റെ മാർക്കറ്റിലുള്ള ഷെയർ എന്ത് ചെയ്യും, അത് റെഡ്യൂസ് ചെയ്യും, കുറച്ചുകൊണ്ടേയിരിക്കും. ഇനി എക്സാം പോയിന്റ് നോക്കൂ. കോമ്പറ്റേറ്റർ സ്ട്രാറ്റജീസ് എഫക്ട് മാർക്കറ്റിംഗ് ഡിസിഷൻസ്. കോമ്പറ്റേറ്റർ സ്ട്രാറ്റജീസ് എഫക്ട് മാർക്കറ്റിംഗ് ഡിസിഷൻസ്. കോമ്പറ്റേറ്റർ സ്ട്രാറ്റജീസ് എഫക്ട് മാർക്കറ്റിംഗ് ഡിസിഷൻസ്. പലപ്പോഴും കോമ്പറ്റേറ്റേഴ്സിന്റെ സ്ട്രാറ്റജി നമുക്കറിയാം മാർക്കറ്റിൽ വല്ലാതെ എഫക്ട് ചെയ്യുന്ന ഒന്നാണ്. അഞ്ചാമത്തെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഭാഗം. കസ്റ്റമേഴ്സ്, ഇതില് ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ്, നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡുകൾ, രീതികൾ, ഇവരുടെയൊക്കെ മാറ്റങ്ങൾ, ഇവരുടെയൊക്കെ ഡിസിഷൻസ് പലപ്പോഴും മാർക്കറ്റിൽ ഈ ബിസിനസ്സിന് പല രീതിയിലുള്ള ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ത്രെട്ടുകൾ, ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് നമുക്കറിയാം. ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട് ഇവിടെ. അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ഉണ്ട്, റീസെല്ലേഴ്സ്. അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ ഫൈനലായിട്ട് ഇത് യൂസ് ചെയ്യുന്ന ആളുകളാണ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. റീസെല്ലേഴ്സ് വാങ്ങിയിട്ട് പിന്നീട് അടുത്ത ആൾക്ക് വിൽക്കുന്ന ആളുകളാണ്. അതില് കസ്റ്റമേഴ്സ്, അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഗുഡ് ഒന്ന് വാങ്ങുന്നു, അത് നമ്മളൊരു കൺസ്യൂമർ നിലയ്ക്ക് നമ്മൾ തന്നെ ഫൈനലായിട്ട് കൺസ്യൂം ചെയ്യുകയാണ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. റീസെല്ലേഴ്സ് എന്ന് പറയുമ്പോൾ ഗുഡ് വാങ്ങുന്നു എന്നിട്ട് നമ്മൾ വേറെ ആൾക്ക് കൊണ്ടുപോയി വിൽക്കുന്നു. ഇനി ഇൻഡസ്ട്രിയൽ ബയേഴ്സ്. ഇൻഡസ്ട്രിയൽ ബയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് ഗുഡ് വാങ്ങുന്ന ആളുകൾ. ഗവൺമെന്റ് ബയേഴ്സ്. ഗവൺമെന്റ് ബയേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഗവൺമെന്റ് എന്ത് ചെയ്യുക, പബ്ലിക് സർവീസിന്റെ ഭാഗമായിട്ട് ഗുഡുകൾ വാങ്ങിയിട്ട് ജനങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതാണ് ഗവൺമെന്റ് ബയ്യർ ആവുന്ന അവസ്ഥ. ഇന്റർനാഷണൽ ബയേഴ്സ്, ഇതൊക്കെ നമുക്ക് ഓരോന്നും വളരെ വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്. ഈച്ച് ഗ്രൂപ്പ് ഹാസ് ഡിഫറെന്റ് ബൈയിങ് ബിഹേവിയർ. ഓരോ ഗ്രൂപ്പുകൾക്കും ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ബൈയിങ് ബിഹേവിയർ ആണ് ഉള്ളത്. Each group has different buying behavior ആണ്. Goodwill and brand image create customer loyalty. Public, government and consumer groups also influence business. Example point നോക്കൂ. Customers are the central focus of marketing. അപ്പോൾ നമുക്കറിയാം
ഒരു മാർക്കറ്റിങ്ങിന്റെ സെൻട്രൽ ഫോക്കസ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ആണ്. അത് സെൻട്രൽ ഫോക്കസ് ഓഫ് മാർക്കറ്റിംഗ്. അതില് മൈക്രോ എക്കണോമിക്സിന്റെ അപ്പൊ അത് ശ്രദ്ധിക്കുക. എക്സാം പോയിന്റ് നോക്കൂ. ഓൺലൈൻ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് കൺസിസ്റ്റ് ഓഫ് ഇന്റേണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്. മാർക്കറ്റ് ഡിസിഷൻസ് ഉണ്ട്, ഡിറ്റർമിനേറ്റ്സ് ദ സക്സസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്. മൈക്രോ എന്ന് പറയുമ്പോൾ ഇന്റേണൽ പ്ലസ് ഇമ്മീഡിയറ്റ് എക്സ്റ്റേണൽ ഫോക്കസ് ആണ്. മാക്രോ എന്ന് പറയുമ്പോൾ ലാർജ് സൊസൈറ്റൽ ഫോഴ്സസ് ആണ്. അപ്പൊ അതിൽ മൈക്രോ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് പറയുന്നത് മാക്രോ ആണ്. മാക്രോ എൻവയോൺമെന്റ്. മാക്രോ എൻവയോൺമെന്റ് എന്താ നോക്കുക. മാക്രോ എൻവയോൺമെന്റ് meaning. Macro environment refers to the external uncontrollable forces that affect all business organizations and their marketing decisions. Macro environment refers to the external uncontrollable forces that affect all business organizations and their marketing decisions. These forces are beyond the control of a single firm, but greatly influence its performance. The physical environment influence includes natural resources and climate conditions such as forests, minerals, oils, water, land, and weather. Availability of raw materials affect production. Scarcity increase cost. Climate affects demand and supply. നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ ഈ മാക്രോ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ വലിയ ലാർജ് സൊസൈറ്റൽ ഫോഴ്സസ് ആണ്. എക്സ്റ്റേണൽ ആണ്. അൺകൺട്രോളബിൾ ഫോഴ്സസ് ദാറ്റ് എഫക്ട് ഓൾ ബിസിനസ് ഓർഗനൈസേഷൻസ് ആൻഡ് ദെയർ മാർക്കറ്റ് ഡിസിഷൻസ്. ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടത്താം. ദിസ് ഫോഴ്സസ് ആർ ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് എ സിംഗിൾ ഫേം. ഈ ഫോഴ്സുകൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫേമിന്റെ പരിധിക്ക് അപ്പുറത്തേക്കാണ്, ബിയോണ്ട് ആണ്. ബട്ട് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ഇറ്റ് പെർഫോമൻസ്. പക്ഷെ അതിന്റെ പെർഫോമൻസിനെ അത് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നർത്ഥം. ഇനി അതിൽ നോക്കൂ. ഫിസിക്കൽ എൻവയോൺമെന്റ് അത് നാച്ചുറൽ റിസോഴ്സ് ആണ്. നാച്ചുറൽ റിസോഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നു ക്ലൈമറ്റ് കണ്ടീഷൻസ് സച്ച് ആസ് ഫോറസ്റ്റ്സ്, മിനറൽസ്, ഓയിൽസ്, വാട്ടർ, ലാൻഡ് ആൻഡ് വെതർ. ഇതെല്ലാം തന്നെ ഇൻക്ലൂഡിങ് ആണ്. അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നടക്കുക എന്നർത്ഥം. ഇമ്പോർട്ടൻസ്. Availability of raw materials affects production. Scarcity increases cost. Climate affects demand and supply. പലപ്പോഴും നമുക്കറിയാം ക്ലൈമറ്റുകൾ ഡിമാൻഡിനെയും സപ്ലൈ ഒക്കെ എഫക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ അത് ഈ പറയുന്ന ബിസിനസിന്റെ മാർക്കറ്റിങ്ങിനെ കാര്യമായിട്ട് ബാധിക്കും. ഇന്ത്യ ഇമ്പോർട്ട്സ് പെട്രോളിയം ഡ്യൂ ടു ലിമിറ്റഡ് റിസോഴ്സസ്. ഇന്ത്യ നിങ്ങൾ നോക്കിയേ, ഇമ്പോർട്ട്സ് പെട്രോളിയം ഡ്യൂ ടു ലിമിറ്റഡ് റിസോഴ്സസ്. Higher fuel cost affects transport and production costs. അതിൻ്റെ ഒപ്പം പെട്രോളിന്റെ അവൈലബിലിറ്റി വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഇന്ത്യയിലെ ബിസിനസ്സുകളെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് പിന്നീട് അത് ബുദ്ധിമുട്ടിയിട്ട് പോകണമെന്ന ഒരവസ്ഥ ഉണ്ടാവും എന്നർത്ഥം. ഇനി ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. ഇതിൽ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക. ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് refers to changes in technology that affect production methods, products, and services. New technology makes old methods obsolete. പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ഓൾഡ് മെത്തേഡുകൾ ഒബ്സലേറ്റ് ആയി ഔട്ടായി പോകും. ഇംപ്രൂവ്സ് എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസസ് കോസ്റ്റ്. അത് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും കോസ്റ്റുകൾ റെഡ്യൂസ് ചെയ്യാനും കാരണമാകും. ഇവിടെ ഡിജിറ്റൽ 3D പ്രിന്റിംഗ് റീപ്ലേസ്ഡ് ലേബർ ഇന്റൻസീവ് ടൈപ്പ് സെറ്റ് പ്രിന്റിംഗ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? പുതിയ രീതിയിലുള്ള ഒരു ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ രീതിയിലുള്ള ഓൾഡ് ടെക്നോളജി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒബ്സലേറ്റ് ആകും, പുറന്തള്ളി പോകുന്ന അർത്ഥം. അപ്പൊ അതും ഒരു ഫേമിന്റെ കൺട്രോളിന്റെ അപ്പുറത്തേക്കുള്ള കാര്യമാണ്, ബിയോണ്ട് ആണെന്ന് അർത്ഥം. ദെൻ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ്. Political and legal environment consists of government policies, laws, regulations, and political stability. Importance. Directly affects pricing, cost, and operations. Business must comply with the laws.
പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ് ആണ്. നമുക്കറിയാം ഗവൺമെന്റ് കൺസിസ്റ്റ് ഓഫ് ഗവൺമെന്റ് പോളിസീസ്, ലോസ്, ഗവൺമെന്റ് പോളിസികൾ, ഗവൺമെന്റ് കൊണ്ടുവരുന്ന പോളിസി. ഓരോ സമയത്ത് ഗവൺമെന്റ് ഒരു പോളിസി കൊണ്ടുവരുമ്പോൾ പലപ്പോഴും അത് ബിസിനസ്സുകളൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കും. പിന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ലോസ്, റെഗുലേഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫേമിന്റെ ബിസിനസ്സിനെ കാര്യമായിട്ട് ബാധിക്കുന്ന അവസ്ഥ ഉണ്ട്. ഡയറക്ട്ലി എഫക്ട്സ് പ്രൈസിങ്, അത് അതിന്റെ പ്രൈസിങ്ങിനെ ബാധിക്കും. കോസ്റ്റ് ആൻഡ് ഓപ്പറേഷൻസ്, ബിസിനസ് മസ്റ്റ് കംപ്ലൈ വിത്ത് ലോസ് ആണ്. അപ്പൊ അതാണ് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ്. GST, ഇൻകം ടാക്സ് ആൻഡ് ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസീസ് എഫക്ട് പ്രൊഡക്റ്റ് പ്രൈസസ്. നമുക്കറിയുന്നതാണ് അതൊക്കെ. GST കൊണ്ടുവന്നപ്പോഴും ഇൻകം ടാക്സ് ആൻഡ് എക്സ്പോർട്ട് ടാക്സ് ഒക്കെ പലപ്പോഴും പ്രോഡക്റ്റിന്റെ പ്രൈസിനെ എഫക്ട് ചെയ്യുന്ന ഒന്നാണ്. അത് അതിന്റെ മാർക്കറ്റിങ്ങിന്, ബിസിനസ്സിനെ വ്യാപകമായിട്ട് ബാധിക്കുന്നതാണ്. എക്കണോമിക് എൻവയോൺമെന്റ് relates to the economic conditions of the country, such as the GNP, per capita income, inflation, tax structure, and balance of trade. എക്കണോമിക് എൻവയോൺമെന്റ് ആണ്, സാമ്പത്തികമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. Relates to economic conditions of the country such as GNP, per capita income, inflation, ടാക്സ് സ്ട്രക്ചർ ആൻഡ് ബാലൻസ് ഓഫ് ട്രേഡ്. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഇമ്പോർട്ടൻസ് ഡിറ്റർമിൻസ് പർച്ചേസിംഗ് പവർ ഓഫ് കൺസ്യൂമേഴ്സ്, ഇൻഫ്ലുവൻസ് ഡിമാൻഡ് ഫോർ ഗുഡ്സ്. എക്സാമ്പിൾ, ഗുഡ് മൺസൂൺ, ഹയർ അഗ്രികൾച്ചർ ഇൻകം ഉണ്ടാവും. ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ്സ്, അതാണ് അവിടെ വരുന്ന ഒരു എക്സാമ്പിൾ വരുന്നത്. ഇനി ഡെമോഗ്രഫിക് എൻവയോൺമെന്റ്. ഡെമോഗ്രഫിക് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അത് പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് നമുക്കറിയാം. ഇൻക്ലൂഡ്സ് പോപ്പുലേഷൻ സൈസ്, ഏജ് സ്ട്രക്ചർ, ഇൻകം ലെവല്, റിലീജിയൻ, ലിറ്ററസി ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഇമ്പോർട്ടൻസ് ഹെൽപ്സ് മാർക്കറ്റേഴ്സ് ഐഡന്റിഫൈ ടാർഗറ്റ് മാർക്കറ്റ്സ്, ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽസ് ക്രിയേറ്റ് ന്യൂ ഡിമാൻഡ്. അത് ഓക്കെയാണ്. ഇനി എക്സാമ്പിൾ നോക്കൂ. ഇവിടെ വർക്കിംഗ് കപ്പിൾസ് ഇൻക്രീസ് ഡിമാൻഡ് ഫോർ റെഡി ടു ഈറ്റ് ഫുഡ് ആൻഡ് ഹോം അപ്ലയൻസസ്. നമുക്ക് ഇവിടെ വർക്കിംഗ് കപ്പിൾസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫോർ റെഡി ടു ഈറ്റ് ഫുഡിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, ആൻഡ് ഹോം അപ്ലയൻസസിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അത് ക്ലിയർ ആണ്. ഇനി സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ്. വാല്യൂസ്, ബിലീഫ്സ്, കസ്റ്റംസ്, ട്രഡീഷൻസ് ആൻഡ് റിലീജിയൻ ഓഫ് സൊസൈറ്റി ഇൻഫ്ലുവൻസ് കൺസ്യൂമർ ബിഹേവിയർ. കൾച്ചറൽ റെസ്ട്രിക്ഷൻസ് അഫക്ട് പ്രോഡക്റ്റ് ഡിമാൻഡ്. എക്സാമ്പിൾ, ബീഫ് products have no demand among Hindu due to religious belief. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമ്പിൾ ആയിട്ടുണ്ട്. ഹിന്ദു റിലീജിയൻസിൽ ഇപ്പോൾ സോഷ്യൽ കൾച്ചറൽ എൻവയോൺമെന്റ് പലപ്പോഴും പ്രോഡക്റ്റിന്റെ ഡിമാൻഡിനെ അല്ലെങ്കിൽ അതിന്റെ ബിസിനസ്സിനൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ലാർജ് ആയിട്ട് ബാധിക്കാറുണ്ട്. പലപ്പോഴും ബീഫ് പ്രൊഡക്ട്സ് ഹാവ് നോ ഡിമാൻഡ് among Hindus due to religious belief. മതപരമായ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് പലപ്പോഴും ചില ഹിന്ദു മതങ്ങൾക്കിടയിൽ ബീഫിന് വലിയ നിരോധനം ഉണ്ട് എന്നർത്ഥം. Importance influence consumer behavior, cultural restrictions affect product demand. പറഞ്ഞു. ഇനി കൺക്ലൂഷൻ നോക്കാം. അവിടെ മാക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ക്രിയേറ്റ് ബോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് ഫോർ മാർക്കറ്റേഴ്സ് ഉണ്ട്. അൺകൺട്രോളബിൾ ആണ്. അൺകൺട്രോളബിൾ ആയിട്ടുള്ള കാര്യമാണ് മാക്രോയിൽ വരിക. നമുക്കറിയാം അത് നാച്ചുറൽ റിസോഴ്സുകളുടെ അവൈലബിലിറ്റി പ്രശ്നമാണ്, ക്ലൈമറ്റുകൾ ഇഷ്യൂ ആണ്, ഗവൺമെന്റിന്റെ പോളിസികൾ ഇഷ്യൂ ആണ്, ലോസ് ഇഷ്യൂ ആണ്. അതൊക്കെ അതിൽ വരുന്നതാണെന്ന് അർത്ഥം. ബിസിനസ് മസ്റ്റ് കണ്ടിന്യൂസ്ലി മോണിറ്റർ ആൻഡ് അഡാപ്റ്റ് ടു ദസ് ചേഞ്ചസ് ഫോർ സർവൈവൽ ആൻഡ് ഗ്രോത്ത്. അത് നന്നായിട്ട് നോക്കേണ്ട ഒന്നാണ് കൺക്ലൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത്. അത് ഒന്ന് ക്ലിയർ ചെയ്ത് പഠിക്കുക. മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് ഇൻ ഇന്ത്യ. മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് ഇൻ ഇന്ത്യ. മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഭാഗം അടുത്ത ഭാഗം നോക്കുക.
marketing environment in India. India's marketing environment is shaped by its large population, diversity, rural dominance, growing purchasing power, and organizational bias. ഇത് എല്ലാം തന്നെ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പ്രത്യേകതകളാണ്. ഇന്ത്യയുടെ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് ഷേപ്പ് ചെയ്തിരിക്കുന്നത് അതിന്റെ ലാർജ് പോപ്പുലേഷൻ കൊണ്ടും ഡൈവേഴ്സിറ്റി അതിന്റെ എന്താ പറയുക, ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ഒരു വൈവിധ്യങ്ങൾ കൊണ്ടും റൂറൽ ഡോമിനൻസ് ഗ്രാമങ്ങളുടെ മേധാവിത്വത്താലും ഗ്രോവിംഗ് പർച്ചേസിംഗ് ഉയർന്നു വരുന്ന പർച്ചേസിംഗ് പവർ കൊണ്ടും ആൻഡ് ഓർഗനൈസേഷൻ ബയേഴ്സിനാലുമാണ് ഇന്ത്യയുടെ മാർക്കറ്റിംഗ് എക്കോണമി, ഇന്ത്യയുടെ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് ഷേപ്പ് ചെയ്തിരിക്കുന്നത്. These factors together create both opportunities and challenges for marketers. ഇത് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ചാലഞ്ചും ഉണ്ടാക്കുന്നുണ്ടെന്നാണ്. ഒന്നാമത്തേത് ലാർജ് പോപ്പുലേഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി ആണ്. ഇന്ത്യ ഹാസ് മോർ ദാൻ 138 crore പീപ്പിൾ. ഇന്ന് ഇന്ത്യയിൽ 138 കോടിയിലധികം വരുന്ന ജനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ, ഡൈവേഴ്സിറ്റികൾ എക്സിസ്റ്റ് ആയിട്ടുള്ളത് ഒന്ന് റിലീജിയൻ, ലാംഗ്വേജ്, കൾച്ചർ, കസ്റ്റംസ്, റീജിയണൽ ടേസ്റ്റസ്, ഇതെല്ലാം തന്നെ അതിൽ ഇൻവോൾവ് ആണെന്ന് അർത്ഥം. ഇതൊക്കെ നമ്മുടെ ഡൈവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട ഫാക്റ്റുകളാണ്. ഡൈവേഴ്സിറ്റി, ഡിഫറെന്റ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റികളാണെന്ന് അർത്ഥം. ഇനി ഇമ്പാക്ട് ഓൺ മാർക്കറ്റിംഗ്, വൈഡ് സ്കോപ്പ് ഫോർ ഡിഫറെന്റ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. ബൂൺ, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്കും സർവീസുകൾക്കും ഇന്ത്യയിൽ എന്തുണ്ട്, വളരെ വലിയ സ്കോപ്പ് ഉണ്ട് എന്നാണ് ആദ്യം പറയുന്ന പോയിന്റ്. ഡൈവേഴ്സിറ്റി എക്സിസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഡൈവേഴ്സിറ്റി, റിലീജിയസ് ഡൈവേഴ്സിറ്റി, ലാംഗ്വേജ് ഡൈവേഴ്സിറ്റി, കൾച്ചറൽ, കസ്റ്റംസ്, റീജിയണൽ ടേസ്റ്റസ്. ഇമ്പാക്ട് ഓൺ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ വൈഡ് സ്കോപ്പ് ഫോർ ഡിഫറെന്റ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ഇന്ത്യയിൽ ഡിഫറെന്റ് പ്രോഡക്ട്സ് ആൻഡ് സർവീസുകൾക്ക് വൈഡ് ആയിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. And marketing strategy must be modified to suit different regions and tastes. ഇന്ത്യയിലെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അത് ഡിഫറെന്റ് റീജിയൻസും അതുപോലെ തന്നെ ടേസ്റ്റുകളും അനുസരിച്ചിട്ട് എന്തായിരിക്കും, അത് മോഡിഫൈ ചെയ്യേണ്ട ഒന്നാണ് എന്നാണ് അവിടെ പറയുന്നത്. ഇനി അവിടെ എക്സാം പോയിന്റ് എന്ന് പറഞ്ഞ ഭാഗം നോക്കൂ. എക്സാം പോയിന്റ് there is a market for almost everything in India. There is market for almost everything in India. ഇന്ത്യയിൽ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരുവിധം ഓൾമോസ്റ്റ് മാർക്കറ്റ്, എവറിത്തിങ് ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് അർത്ഥം. എല്ലാത്തിന്റെയും മാർക്കറ്റുകൾ കൂടിയാണ് ഇന്ത്യ എന്നർത്ഥം. ഗ്രോവിംഗ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. Some marketers see India as a high profit market. Others see problems like poverty and shortage of inputs. India is a high profit market ആയിട്ട് ചിലർക്ക് കാണുന്നുണ്ടെങ്കിലും പ്രോബ്ലംസ് ലൈക്ക് പോവർട്ടി ആൻഡ് ഷോർട്ടേജ് ഓഫ് ഇൻപുട്സ് അതും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ക്വാളിറ്റി കൺസെൻസസ് ഈസ് ഇൻക്രീസിംഗ്. ഡിമാൻഡ് ഫോർ ന്യൂ ആൻഡ് ഇംപ്രൂവ്ഡ് പ്രോഡക്ട്സ് ഈസ് റൈസിംഗ്. The trends are expected to continue. അതാണ് ഗ്രോവിംഗ് മാർക്കറ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അവിടെ. ഇനി അവിടെ റൂറൽ ഡോമിനൻസ് എന്ന് പറയുമ്പോൾ നിയർലി 65% ഓഫ് ഇന്ത്യസ് പോപ്പുലേഷൻ ലീവ്സ് ഇൻ റൂറൽ ഏരിയാസ്. ഇന്ത്യയിൽ 65% വരുന്ന ജനങ്ങൾ ജീവിക്കുന്നത് റൂറൽ ഏരിയാസിലാണ്. റൂറൽ ഏരിയാസ് ആർ ബെനിഫിറ്റിംഗ് ഫ്രം ദി ഗ്രീൻ റെവല്യൂഷൻ. Rural areas are benefiting from the green revolution. ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായിട്ട്
വിപ്ലവത്തിന്റെ ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഇന്ത്യയിലെ റൂറൽ ഏരിയയ്ക്കാണ്. പർച്ചേസിംഗ് പവർ ഓഫ് റൂറൽ പീപ്പിൾസ് ഈസ് ഇൻക്രീസിംഗ്. ഗ്രീൻ റവല്യൂഷന് ശേഷം, ഹരിത വിപ്ലവത്തിന് ശേഷം, ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിൽ കൊണ്ടുവന്ന ഹരിത വിപ്ലവത്തിന് ശേഷം ഇന്ത്യയില് റൂറൽ ഏരിയയ്ക്ക് അതിന്റെ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടായി. റൂറൽ പീപ്പിൾസിന്റെ പർച്ചേസിംഗ് പവർ ഇൻക്രീസ് ആയി. അത് earlier focus was on urban markets ആണ്. Now rural marketing is essential for long term survival. ഇത് നമുക്ക് അറിയാവുന്ന ഉത്തരം തന്നെയാണ് അത്. അപ്പൊ റൂറൽ ഏരിയ എന്ന് പറയുന്ന ഇന്ത്യയിൽ വളരെ ബെനിഫിറ്റിംഗ് ഉള്ള ഒരു ഏരിയയാണ്. മാത്രമല്ല റൂറൽ ഏരിയക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ മേക്ക് ചെയ്യുക, അവർക്കത് വിൽക്കുക എന്നൊരു പ്രോസസ്സാണ് ഇന്ത്യയിൽ നാളിതുവരെയായി നടന്നുകൊണ്ടിരിക്കുന്നത്. ദെൻ ഗവൺമെന്റ് സപ്പോർട്ട് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഇൻക്രീസ്ഡ് ഗവൺമെന്റ് സ്പെൻഡിങ് ഓൺ റൂറൽ ഡെവലപ്മെന്റ് ഇംപ്രൂവ്മെന്റ്സ് ഇൻ റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് അതിന്റെ പിന്നെ ഫണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് വളരെ അധികമാണ്. ഇംപ്രൂവ്മെന്റ്സ് ഇൻ അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ലിറ്ററസി. Many rural markets now accessible. Marketers who design proper rural marketing strategies can be succeed. അപ്പൊ ഇന്ത്യയുടെ ഇതെല്ലാം ചേർന്നതാണ് ഇന്ത്യയുടെ മാർക്കറ്റിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അർബൻ മാർക്കറ്റ്സ്. അർബൻ ഏരിയാസ് ഹാവ് ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഏരിയ. ഇപ്പൊ ബോംബെ, കൽക്കട്ട, കൊച്ചി ഇതൊക്കെ അർബൻ ഏരിയാസ് തന്നെയാണ്. ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ് ഇവിടേക്ക് ഉള്ളത്. ഹയർ ഇൻകം ലെവൽസ്, ഇവരുടെ ഇൻകം ലെവൽ വളരെ ഹൈ ആണ്. ഇമ്മീഡിയറ്റ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ ആണ്. അർബൻ മാർക്കറ്റ്സ് ആർ പ്രയോറിറ്റി ടാർഗറ്റ്സ് ആണ്. ബട്ട് റൂറൽ മാർക്കറ്റ്സ് ആർ ഫ്യൂച്ചർ ഗ്രോത്ത് ഡ്രൈവേഴ്സ് ആണ്. ഇനി ഓർഗനൈസേഷണൽ കൺസ്യൂമേഴ്സ് ഇൻ ഇന്ത്യ ഇൻക്ലൂഡ്സ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്, പ്രൈവറ്റ് സെക്ടർ കമ്പനീസ്, factories and small scale industries. Thus buyers purchase goods for business use, not for personal consumption. Organizational consumers in India. Organizational consumers എന്ന് പറയുന്നത് അതായത് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഗുഡ് യൂസ് ചെയ്യുന്ന ആളുകളല്ല ഓർഗനൈസേഷൻ കൺസ്യൂമേഴ്സ്. അതിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, പ്രൈവറ്റ് സെക്ടർ കമ്പനീസ്, ഫാക്ടറീസ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ദിസ് ബയേഴ്സ് പർച്ചേസ് ഗുഡ് ഫോർ ബിസിനസ് യൂസ് ആണ്. ഓർഗനൈസേഷൻ കൺസ്യൂമേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഗുഡ് പർച്ചേസ് ചെയ്യുന്നത് ബിസിനസ് യൂസിന് വേണ്ടിയിട്ടാണ്, ഒരിക്കലും നോട്ട് ഫോർ പേഴ്സണൽ കൺസംഷൻ. അതൊരിക്കലും പേഴ്സണൽ കൺസംഷന് വേണ്ടിയിട്ടല്ല എന്നർത്ഥം. ഇനി പബ്ലിക് സെക്ടർ വേഴ്സസ് പ്രൈവറ്റ് സെക്ടർ ബൈയിങ് ബിഹേവിയർ. പബ്ലിക് സെക്ടർ വേഴ്സസ് പ്രൈവറ്റ് സെക്ടർ ബൈയിങ് ബിഹേവിയർ. പബ്ലിക് സെക്ടർ versus private sector buying behavior. Public sector follows bureaucratic and time-consuming procedures. Purchases depend on annual government budget. Pressure to spend full budget before March. Heavy purchase during last quarter of the year. അതാണ് പബ്ലിക് സെക്ടറിൽ വരുന്നത്. Faster and flexible decision making ആണ്. Purchases based on business needs. No fixed rush unless likely to seasonality. അപ്പൊ അതാണ് പ്രൈവറ്റ് സെക്ടറിലെയും പബ്ലിക് സെക്ടറിലെയും ബൈയിങ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നത് തന്നെയാണത്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇംപ്ലിക്കേഷൻ. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇംപ്ലിക്കേഷൻ. മാർക്കറ്റേഴ്സ് സെല്ലിംഗ് ടു ബോത്ത് സെക്ടേഴ്സ് ഷുഡ് ഹാവ് സെപ്പറേറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. കൺസിഡർ ടൈമിംഗ് ഓഫ് പർച്ചേസസ് എസ്പെഷ്യലി ഫോർ പബ്ലിക് സെക്ടർ എന്നാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കീവേഡ്. അതിന്റെ കൺക്ലൂഷൻ നോക്കൂ. അതിലൊരു സിമ്പിൾ നോട്ടിലേക്ക് വരുമ്പോൾ ഒരു കൺക്ലൂഷൻ കാണാം. ഇന്ത്യ ഓഫേഴ്സ് എ വാസ്റ്റ് ആൻഡ് ഗ്രോയിങ് മാർക്കറ്റ് വിത്ത് ഇൻക്രീസിംഗ് ക്വാളിറ്റി അവയർനെസ് ആൻഡ് പർച്ചേസിംഗ് പവർ. ഇന്ത്യ ഒരു വളരെ വളർന്നു വരുന്ന, വളരെ വലിയ അല്ലെങ്കിൽ വളർന്നു വലുതായി വരുന്ന ഒരു പർച്ചേസിംഗ് മാർക്കറ്റ് പവർ ആണ്. മാർക്കറ്റേഴ്സ് ഹു അണ്ടർസ്റ്റാൻഡ് ഡൈവേഴ്സിറ്റി. മാർക്കറ്റേഴ്സ് ഇവിടെ ഡൈവേഴ്സിറ്റി അണ്ടർസ്റ്റാൻഡ്, റൂറൽ പൊട്ടൻഷ്യൽ, ഓർഗനൈസേഷണൽ ബൈയിങ് ബിഹേവിയർ ആൻഡ് ടൈമിംഗ് ഓഫ് പർച്ചേസസ് ക്യാൻ അച്ചീവ് ലോങ് ടേം സക്സസ് ആണ്. അതാണ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം. ഇനി ഗവൺമെന്റ് റെഗുലേഷൻസ് അഫക്റ്റിംഗ് മാർക്കറ്റിംഗ് ആണ്. ഇത് നമുക്ക് അറിയുന്നത് തന്നെയാണ്.
ഇന്ത്യയിലെ മാർക്കറ്റിനെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ട്രേഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. ഗവൺമെന്റ് റെഗുലേഷൻസ് ആർ ലോസ് മെയ്ഡ് ടു കൺട്രോൾ, ഗൈഡ് ആൻഡ് റെഗുലേറ്റ് ബിസിനസ് ആക്ടിവിറ്റീസ്. സോ ദാറ്റ് മാർക്കറ്റിംഗ് പ്രാക്ടീസസ് പ്രൊട്ടക്ട്, അവരെന്ത് ചെയ്യുന്നതിന്റെ ആ മാർക്കറ്റിംഗ് പ്രാക്ടീസസ് പ്രൊട്ടക്ട് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, കോമ്പറ്റീഷൻ, സൊസൈറ്റി ആൻഡ് നാഷണൽ ഇൻട്രസ്റ്റ്. ഇമ്പോർട്ടൻറ്റ് ലോസ് എഫക്റ്റീവ് മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാന മാർക്കറ്റുകളെ എഫക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നിയമങ്ങൾ. സം ലോസ് അപ്ലൈ ടു ഓൾ ബിസിനസ്. ഈ നിയമങ്ങളെല്ലാം തന്നെ എല്ലാ ബിസിനസ്സുകളും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വൈൽ അതേഴ്സ് അപ്ലൈ ഓൺലി ടു സ്പെസിഫിക് ഇൻഡസ്ട്രീസ്. ലോസ് അപ്ലിക്കബിൾ ടു ഓൾ അണ്ടർടേക്കിങ്സ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എല്ലാ പിന്നെ ബിസിനസ്സുകൾ അപ്ലിക്കബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. സെയിൽ ഓഫ് ഗുഡ്സ്, കമ്പനീസ് ആക്ട് 2013, ട്രേഡ് മാർക്ക് ആക്ട്, ലീഗൽ മെട്രോളജി, അങ്ങനെ വരുന്ന ഇതെല്ലാം തന്നെ നമുക്കറിയാം ഇന്ത്യയിൽ മാർക്കറ്റിംഗ് സെക്ടറുമായി ബന്ധപ്പെട്ട് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. അതില് പിന്നെ ഗവൺമെന്റ് റെഗുലേഷൻസ് എയിംസ് ടു പ്രൊട്ടക്ട് പബ്ലിക് ഹെൽത്ത്. ഗവൺമെന്റ് റെഗുലേഷൻ കൊണ്ടുവരുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊന്ന് പബ്ലിക്കിന്റെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുക, സേഫ്റ്റി ആൻഡ് വെൽഫെയർ എൻഷുർ, ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, prevent false and misleading advertisements, control unfair trade practices, protect small firms from big firms, prevent monopolies, mergers and price fixing, conserve natural resources, prevent environmental pollution, avoid concentration of economic power, promote balanced industrial growth, protect the economy from foreign dominance, protect the economy from foreign dominance, save foreign exchange ആണ്. ഇനി അതിൽ ഈ കാണുന്ന ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ഇതൊക്കെ ജസ്റ്റ് ഇതിന്റെ ഇന്ത്യയിലെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. ആ നിയമങ്ങളൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ അത് പറയുന്നില്ല എന്നർത്ഥം. അടുത്ത യൂണിറ്റ് 3യിലേക്ക് നമ്മൾ പോകുന്നു. യൂണിറ്റ് 3യുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിക്കുക, അതിലെ കീവേഡുകൾ മാത്രം നന്നായിട്ട് പഠിച്ചു വെക്കുക. യൂണിറ്റ് 3, മാർക്കറ്റ് ആൻഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ടൈപ്സ് ഓഫ് മാർക്കറ്റ്സ് ആൻഡ് their characteristics. മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്താണ് നമുക്ക് നോക്കാം. എ മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് who exchange goods and services. ഇത് നമുക്ക് അറിയുന്നതാണ്. മാർക്കറ്റ് ബയേഴ്സിനാൽ അല്ലെങ്കിൽ സെല്ലേഴ്സിനാൽ കൺസിസ്റ്റ് ചെയ്യപ്പെടുന്നു. who exchange goods and services. Since different buyers purchase goods for different purposes. വ്യത്യസ്തങ്ങളായിട്ടുള്ള ബയേഴ്സ് ഗുഡുകൾ പർച്ചേസ് ചെയ്യുന്നത് ഡിഫറെന്റ് പർപ്പസുകൾക്ക്, ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മാർക്കറ്റ്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ബയേഴ്സ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റുകൾ അതിന്റെ ബയേഴ്സിന്റെ ബേസിൽ ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ്സ്. മാർക്കറ്റ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു ഇവിടെ മാർക്കറ്റ്സ് ആർ ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻടു കൺസ്യൂമർ മാർക്കറ്റും ഉണ്ട്, ഓർഗനൈസേഷണൽ മാർക്കറ്റും ഉണ്ട്. അതില് കൺസ്യൂമർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, കൺസ്യൂമർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ